ഉത്തരാഖണ്ഡിലെ രുദ്രപൂരിൽ ക്ഷേത്ര കവാടത്തിൽ ഇറച്ചിയവശിഷ്ടങ്ങൾ തള്ളി വർഗീയ സംഘർഷത്തിന് ശ്രമിച്ച പോലീസ് കോൺസ്റ്റബിൾ അറസ്റ്റിൽ. ബക്രീദ് ആഘോഷങ്ങൾക്ക് തൊട്ടുപിന്നാലെ നടന്ന പ്രകോപനപരമായ നീക്കത്തിനെതിരെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഉയർന്നത്. പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തത്. നിയമപാലകർ തന്നെ നിയമലംഘകരാകുന്ന നടുക്കുന്ന വാർത്തയാണ് ഉത്തരാഖണ്ഡിലെ രുദ്രപൂരിൽ നിന്നും പുറത്തുവരുന്നത്. ഭൂത് ബംഗ്ല മേഖലയിലെ വാത്മീകി ക്ഷേത്ര കവാടത്തിന് മുന്നിൽ ഇറച്ചി അവശിഷ്ടങ്ങൾ തള്ളിയ സംഭവത്തിൽ പോലീസ് കോൺസ്റ്റബിളായ മുഹമ്മദ് അസീം എന്ന ഉദ്യോഗസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബക്രീദ് ചടങ്ങുകൾക്ക് പിന്നാലെയായിരുന്നു ക്ഷേത്ര ഭാരവാഹികളെയും വിശ്വാസികളെയും ഒരേപോലെ പ്രകോപിപ്പിച്ച സംഭവം നടന്നത്. ക്ഷേത്ര കവാടത്തിൽ അവശിഷ്ടങ്ങൾ കണ്ടതിനെ തുടർന്ന് പ്രദേശത്തെ വാത്മീകി സമൂഹം ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയായിരുന്നു. ബോധപൂർവം മതസൗഹാർദ്ദം തകർക്കുവാനും കലാപം സൃഷ്ടിക്കാനുമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. സംഭവം അതീവ ഗുരുതരമായി എടുത്ത ജില്ലാ പോലീസ് മേധാവി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ തിരിച്ചറിയുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. പ്രതി എത്ര ഉന്നതനായാലും പോലീസുകാരനായാലും വെച്ചുപൊറുപ്പിക്കില്ലെന്ന കർശന നിലപാടിലാണ് ഉത്തരാഖണ്ഡ് ഭരണകൂടം. പ്രതിക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം മതവികാരം വ്രണപ്പെടുത്തിയതിനും മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ക്രമസമാധാന നില ഉറപ്പിക്കാൻ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിക്കുകയും സമാധാന ചർച്ചകൾ നടത്തുകയും ചെയ്തു. അനാവശ്യ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കർശന നടപടിയുണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനം, ഡൽഹി.